നസ്കർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളായ സാബു ജേക്കബ് നേതൃത്വം കൊടുത്തു തുടങ്ങിയ 2020 വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സാബു ജേക്കബ് സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് പറ്റിയ മണ്ണല്ല കേരളം എന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടി ഇല്ലാതാക്കാൻ വ്യവസായ മന്ത്രിയായിരുന്ന പി രാജീവിൻ്റെ നേതൃത്വത്തിൽ CPIM നടത്തിയ നീക്കങ്ങളാണ്. സ്ഥലം MLA ആയിരുന്ന PV ശ്രീനിജൻ ആ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തു. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൻ്റെ ഫാക്ടറിയുമായി മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ പലവട്ടം സാബു ജേക്കബ് സർക്കാരുകളുമായി ഏറ്റുമുട്ടി. എന്നാൽ CPIM ഭരണത്തിലെത്തുന്നതിന് മുൻപ് തന്നെ സാബു ജേക്കബിനോട് പകവീട്ടാൻ ജനപ്രതിനിധികൾ ശ്രമിച്ചിരുന്നു. ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയും സാബുവിന് എതിരായിരുന്നു. അങ്ങനെ സഖ്യകെട്ടാണ് 2015 കിറ്റക് സാബുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി 2020 എന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നത്. 2020-ലും 2025-ലും ആ ഭരണം തുടർന്നു എന്ന് മാത്രമല്ല, തൊട്ടയൽപക്കത്തുള്ള 4ഓളം മറ്റ് പഞ്ചായത്തുകൾ കൂടി കിറ്റക് സാബുവിൻ്റെ നേതൃത്വത്തിലുള്ള 2020 പിടിച്ചെടുത്തു. ഇതോടുകൂടി 2020 ആഗോള പ്രതിഭാസമായി മാറുന്നു. 2020യിലേക്ക് ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് മാത്രമല്ല, എറണാകുളം ജില്ലയിലെ മറ്റു പല മണ്ഡലങ്ങളിലും കിറ്റക് സാബു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. എന്നാൽ ഒരിടത്തും ജയിക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും 2020യുടെ യശസ് ഉയരുകയും ധാരാളം ആളുകൾ 2020 എന്ന ആശയത്തിലേക്ക് വരികയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സാബുവിൻ്റെ 2020യെ തീർക്കാൻ വേണ്ടി CPIM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നു. രണ്ട് മുന്നണിയും ഒരുമിച്ച് നിന്ന് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയതോടെ നിവൃത്തികെട്ട് കിറ്റക് സാബു NDAയിൽ അഭയം തേടുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ച BJP അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായി 2020യെ ചേർക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളാണ് അവർക്ക് കൊടുത്തത്. ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ പദ്ധതിയിടുന്ന BJP 2020യെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പോലും ആ വോട്ട് ഉറപ്പാക്കാനാണ്. കേരള കോൺഗ്രസ് മാണിയുമായി ചില ചർച്ചകൾ നടത്തി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് 2020യിലൂടെ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു പരസ്പര ധാരണയിലെത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ പ്രവേശനം പ്രഖ്യാപിച്ചതും. അങ്ങനെ 19 സീറ്റിൽ 2020 മത്സരിച്ചെങ്കിലും ഒരിടത്തും ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 2020 ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച കിഴക്കമ്പലം ഉൾപ്പെടുന്ന കുന്നത്തുനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 2020 ഒറ്റയ്ക്ക് നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടിൽ ഇക്കുറി പരാജയപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലായിരുന്നു 2020 സ്ഥാനാർത്ഥി മൂന്നാമതായതെങ്കിൽ ഇക്കുറി വിജയിച്ച കോൺഗ്രസിലെ VP സജീന്ദ്രനും 2020യുടെ ബാബു ദിവാകരനും തമ്മിൽ ഏതാണ്ട് 30,000 വോട്ടുകളുടെ വ്യത്യാസം വന്നു. കഴിഞ്ഞ തവണ 27.64% വോട്ട്, അത് 41,890 വോട്ടാണ് 2020 നേടിയതെങ്കിൽ ഇക്കുറി BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 40,221 വോട്ടിൽ, അതായത് 24.97 വോട്ടിൽ അവസാനിക്കായിരുന്നു NDAയുടെ നേട്ടം. കഴിഞ്ഞ തവണത്തെക്കാൾ ഏതാണ്ട് 3% കുറവ്. 2020 മത്സരിച്ച മറ്റ് മണ്ഡലങ്ങളിലെല്ലാം സ്ഥിതി ഇതുതന്നെയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ BJPയുടെ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ 23,756 വോട്ട് നേടിയെടുത്ത് ഇക്കുറി അഞ്ജലി നായർ എന്ന സിനിമാ നടി 29,471 വോട്ടാണ് നേടിയത്. വോട്ടിംഗ് ശതമാനം 19.07 മാത്രം. കൊടുങ്ങല്ലൂരിൽ 28,204 വോട്ട് കഴിഞ്ഞ തവണ BJP നേടിയെടുത്ത് ഇക്കുറി 5,000 വോട്ട് കുറഞ്ഞ് 23,933 വോട്ടായി താന്നു. പെരുമ്പാവൂരിൽ 22,497 വോട്ട് മാത്രമാണ് നേടിയത്. കഴിഞ്ഞ തവണ BJP ഒറ്റയ്ക്ക് 15,135 വോട്ടും 2020 20,536 വോട്ടും നേടി. അങ്ങനെ മൊത്തം ഏതാണ്ട് 35,000-ഓളം വോട്ട് നേടേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ 22,497 മാത്രമായത്. തൃക്കാക്കരയിൽ 2020 കഴിഞ്ഞ തവണ 13,897 വോട്ടും BJP 10,484 വോട്ടും നേടി. പക്ഷേ തൃക്കാക്കരയിൽ ബിഗ് ബോസ് താരം അഖിൽ മാരാരെ നിർത്തിയിട്ടും ഇക്കുറി നേടാൻ കഴിഞ്ഞത് 21,424 വോട്ട് മാത്രം. റാന്നിയിൽ BDJS കഴിഞ്ഞ തവണ 19,587 വോട്ട് നേടിയെടുത്ത് ഇക്കുറി 2020 17,745 വോട്ടിൽ നിന്നു. ചാലക്കുടിയിൽ 17,301 വോട്ട് 16,030 വോട്ടായി കുറഞ്ഞു. വൈപ്പിനിൽ BJP 13,540 വോട്ടും 2020 16,707 വോട്ടും കഴിഞ്ഞ തവണ നേടിയെങ്കിൽ ഇക്കുറി വെറും 13,637 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ 2020 BJPയും സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടും വോട്ടുകൾ കുറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലരും അത്ഭുതത്തോടെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയെ കേരള ജനത നെഞ്ചോട് ചേർത്ത് പിടിച്ചത് നിലവിലുള്ള 3 രാഷ്ട്രീയ മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി
ഗുഡ് ഗവേണൻസ് എന്ന ഒരു ആശയമായി മുമ്പോട്ട് വന്നതുകൊണ്ടാണ്. ആ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സഖ്യത്തോട് കൂട്ടുചേരുമ്പോൾ ആ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടപ്പെടും. BJP സഖ്യത്തോട് ചേർന്നതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഏതാണ്ടൊക്കെ ഇല്ലാതായി തീർന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് ബാങ്ക് മനഃശാസ്ത്രം അങ്ങനെയാണ്. BJPയോട് ചേർന്നതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായി ഒലിച്ചുപോയി. കൂടാതെയാണ് നിഷ്പക്ഷ വോട്ടുകൾ, പ്രൊഫഷണൽ വോട്ടുകൾ ഏതെങ്കിലും ഒരു മുന്നണിയോട് ചേർന്നുകൊണ്ട് നഷ്ടപ്പെടുന്നത്. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ 2020 കാര്യമായ വീഴ്ച സംഭവിച്ചു. 2020 ഏറ്റവും അധികം സ്വാധീനമുള്ളത് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലാണ്. കിഴക്കമ്പലം മാത്രമല്ല, 2020 ഭരിക്കുന്ന പല പഞ്ചായത്തുകളും ഈ നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ കണ്ടെത്തുകയും അയാളെ ആ നാട്ടിൽ പരിചയപ്പെടുത്തുകയും ചെയ്യണമായിരുന്നു. എന്നാൽ ഇത്രയേറെ സ്വാധീനമുള്ള ആ പാർട്ടിക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അടൂരിലെ കോൺഗ്രസ് നേതാവായിരുന്ന ബാബു ദിവാകരനെ കടമെടുക്കേണ്ടി വന്നു. അത് കുന്നത്തുനാടുകാരെ ആശങ്കാകുലരാക്കി. 2020 എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അവിടെ ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാനും അയാളായിരിക്കും സ്ഥാനാർത്ഥി എന്ന തരത്തിൽ പ്രചരണത്തിന് മുമ്പിൽ നിൽക്കാനും കഴിഞ്ഞില്ല എന്ന ചോദ്യം സാബു ജേക്കബും 2020 പറയേണ്ടതാണ്. അതുതന്നെയാണ് സ്വന്തം നാട്ടിൽ പോലും ഇത്രയും വലിയ തിരിച്ചടി കിട്ടാൻ കാരണമായത്. മാത്രമല്ല, ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ചലച്ചിത്ര താരങ്ങളെയും സീരിയൽ താരങ്ങളെയും ഒക്കെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇങ്ങനെ ആദ്യം പ്രഖ്യാപിച്ച 2 താരങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായത് നാണക്കേടായി മാറി. ലക്ഷ്മി പ്രിയയും വീണ നായരും 2020 ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആ പാർട്ടിയോട് ചേർന്നു എന്ന് പറയുന്ന ലക്ഷ്മി പ്രിയ വാസ്തവത്തിൽ നവസംഖ്യകളുടെ ഭാഷയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ നടത്തുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചൊക്കെ തെറ്റിപ്പോയി, ഇനിയും പാതിരിമാരെ നമ്പരുത് തുടങ്ങിയ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിലൂടെ അന്നും ഇന്നും ഇട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി പ്രിയയെ പോലുള്ളവർ 2020 സ്ഥാനാർത്ഥിയായാൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കും എന്ന് കരുതുന്നത് തന്നെ വിഡ്ഢിത്തമാണ്. അഖിൽ മാരാരായിരുന്നു അവർക്ക് കിട്ടിയ മികച്ച ഒരു സ്ഥാനാർത്ഥി. അഖിലിനെ സ്വന്തം നാടായ കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ BJP വിട്ടുതന്ന വലിയ സ്വാധീനമുള്ള തൃപ്പൂണിത്തുറയിലോ പരിഗണിക്കാതെ BJPക്ക് തീരെ സ്വാധീനമില്ലാത്ത തൃക്കാക്കരയിൽ പരീക്ഷിച്ചത് പരാജയത്തിൻ്റെ മറ്റൊരു കാരണമായി മാറി. ജനഹിതം അറിഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും അവരെ മത്സര രംഗത്തിറക്കാനും 2020 പരാജയപ്പെട്ടു പോയി. തെരഞ്ഞെടുപ്പ് ഒരു നിസ്സാര കളിയല്ല. വേണ്ടത്ര കരുതലും ജാഗ്രതയും ഉണ്ടാവേണ്ടതും കാലേക്കൂട്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതും ആനുകൂല്യങ്ങളോ പണമോ മാത്രമുള്ളതുകൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്നതല്ല എന്നും കിറ്റക് സാബുവും 2020 തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ വലിയ തിരിച്ചടി ഉണ്ടായത്. വാസ്തവത്തിൽ പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ഏറ്റവും വലിയ യുദ്ധം നയിക്കുകയും അങ്ങനെ യുദ്ധം ചെയ്ത മറുനാടനെ പോലുള്ളവരെ പിന്തുണയ്ക്കുകയും ചെയ്ത 2020 അർഹിക്കുന്നതായിരുന്നില്ല ഈ പരാജയം. പക്ഷേ കേരളം ഇങ്ങനെയാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇനിയും 2020 അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ, കാലേക്കുട്ടി സ്ഥാനാർത്ഥികളെ നിർണയിച്ചില്ലെങ്കിൽ, അവരെ മണ്ഡലത്തിൽ പരിചയിച്ചില്ലെങ്കിൽ, സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായി ബന്ധമുള്ളവരല്ലെങ്കിൽ തീർച്ചയായും ഇത്തരം തിരിച്ചടികൾ ആവർത്തിക്കാതിരിക്കില്ല. 2020 ചേർത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ എതിർക്കുന്ന BJPക്കാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2020 BJP സഖ്യത്തിൻ്റെ ഭാവി എന്താകും എന്ന് കണ്ടറിയണം. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2020 നിലവിലുള്ള പഞ്ചായത്തുകളുടെ ഭരണം നഷ്ടപ്പെട്ടാൽ പോലും അത് ചെയ്യിക്കേണ്ടതില്ല. അല്ലെങ്കിൽ അതിനു മുൻപ് CPIM എന്ന പാർട്ടി ശിഥിലീകരിച്ച് അവരെല്ലാം BJPയിലേക്ക് വന്ന് BJP ശക്തി പ്രാപിക്കണം. അഴിമതിരഹിതമായ ഒരു ഭരണം സ്വപ്നം കണ്ട 2020 അങ്ങനെ തകർന്നു പോവേണ്ട പാർട്ടിയല്ല. എന്നാൽ കുറച്ചുകൂടി ജനഹിതമറിഞ്ഞ് ജനതാൽപര്യമറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ, സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇനിയും 2020 കാത്തിരിക്കുന്നത് തിരിച്ചടിയും പരാജയവുമായിരിക്കും.